ഹായ്, എൻ്റെ പേര് ഫസീല. ഞാൻ കാലിക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഞാനൊരു ഹൗസ് വൈഫായിരുന്നു. MCA ഫുള്ളാക്കാതെ ഡ്രോപ്പ് ചെയ്തതാണ് ഇടക്ക്. പിന്നെ ഞാനൊരു 10 ഇയേഴ്സോളം ഒരു ഗ്യാപ്പ് വന്നു എനിക്ക്, ഫാമിലിയും മക്കളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കുറേ തിങ്ക് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. വേണോ വേണ്ടേ ഒരു 100 ടൈംസ് തിങ്ക് ചെയ്തിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത് ഞാൻ ഒട്ടും തിങ്ക് ചെയ്യാതെ ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കോൾ ചെയ്ത് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറെ ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്നവരൊക്കെ ഭയങ്കര യങ് ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്. ഇവരുടെ അടുത്ത് എങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെ ഓക്കെ, ഐ വാസ് ഫൈൻ. ഞാൻ അടിപൊളിയായിട്ട് തന്നെ പോയി. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ജേർണിയിൽ നമ്മൾ കുറേ മൊഡ്യൂൾസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്യും, ദിസ് ഈസ് മൈൻ, എനിക്ക് ഇതാണ് ഓക്കെ എന്ന്. അപ്പോൾ എനിക്കൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ്, കോപ്പി, കോണ്ടന്റ് ആ ഒരു ലെവൽ എത്തിയപ്പോഴേ എനിക്ക് ഓക്കെ ദിസ് ഈസ് ഫൈൻ, ദിസ് ഈസ് ഫോർ മീ എന്നുള്ളൊരു സാധനം വന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ വന്ദന മൂവിയിൽ അവളുടെ ഒരു ജോബ് ഉണ്ടല്ലോ, ലൈക്ക് വെറെവർ യു ഗോ ഐ ആം ദർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന ജോബാണ് അവളുടെ എന്ന് അറിയുമ്പോൾ അപ്പോഴേ ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ജോബ് ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഓക്കെ ദിസ് വിൽ വർക്ക് ഫോർ മീ എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ക്രിയേറ്റീവ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കോപ്പി റൈറ്റിങ്ങും ക്രിയേറ്റീവ് സ്ട്രാറ്റജിയും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കും ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ക്രിയേറ്റീവ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ പറയാറ്, ഈ വന്ദന മൂവിയിലെ ലൈക്ക് ഇവള് എഴുതുന്ന ആ ഒരു പരിപാടിയില്ലേ, ആ പരിപാടിയാണ് എനിക്ക് എന്ന് പറയും. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യും, ഞാൻ വൺസ് ഒരു +2 സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രീമാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ കണ്ട സ്വപ്നത്തിലുള്ള ഒരു ജോബ് റോളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളിങ്ങനെ വഴിയിലൂടെ പാസ് ചെയ്യുമ്പോൾ നല്ല വലിയ ഹോർഡിങ്സിലൊക്കെ ഈ നമ്മൾ എഴുതിയ ക്യാപ്ഷൻസ് ഒക്കെ കാണാന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് ഞാൻ ചെയ്ത വർക്കാണ്, ഇത് ഞാൻ എഴുതിയ ക്യാപ്ഷനാണ് അത് പറഞ്ഞിട്ട്. ഇപ്പോൾ ഐ എം ലൈക്ക് ജസ്റ്റ് എ പ്രൗഡ് മദർ. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഹാരിസ് ആൻഡ് കോ ഞാൻ ഒട്ടും ആലോചിക്കാതെ ചൂസ് ചെയ്ത ഈ ഡിസിഷൻ വർക്ക് വെൽ ഫോർ മീ.